വ്യാപാര മേഖലയുടെ വ്യാപനം സൂപ്പർ മാർക്കറ്റ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ് ജോർജ് ഹിൽപേട്ട വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. റീപാക്കിംഗിന് 5% GST ചുമത്തിയിട്ടുള്ളതിനെ ഒരു തരത്തിലും നീതീകരിക്കാനാവില്ല. GST വന്ന ശേഷം നിത്യോപകരണ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയുന്ന വിധമാകണം GST പരിഷ്കാരങ്ങളെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 3 മുതൽ 5 വരെ അങ്കമാലി അറ്റ്ലസ് സൂപ്പർ മാർക്കറ്റിൽ ഓൾ കേരള റീറ്റെയിൽ എക്സ്പോ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനറൽ സെക്രട്ടറി KA സിയാവുദ്ദീനും പങ്കെടുത്തു. ഈ കമ്പനികളായിട്ടുള്ള കൂടുതൽ ഇന്ററാക്ഷനും കൂടുതൽ അവരായിട്ടുള്ള ഒരു സഹകരണത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. 2023 ഞങ്ങൾ ഇവിടെ ആഷിഷ് സൂപ്പർ മാർക്കറ്റിൽ ആഷിഷ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആദ്യത്തെ സ്റ്റേറ്റ് എക്സ്പോ സംഘടിപ്പിച്ചു. അതിന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഏതാണ്ട് 4000-ന് മേലെ സൂപ്പർ മാർക്കറ്റുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അസോസിയേഷനാണിത്. ഇന്നിപ്പോ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ട് പോകുന്നത് നല്ലൊരു ക്രൈസിസാണ്. ആ ക്രൈസിസിൽ നിന്ന് ഈ സൂപ്പർ മാർക്കറ്റുകളെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം. ഇന്നിപ്പോ ഒത്തിരി ത്രെട്ടുകൾ, ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റുകൾ, വലിയ നാഷണൽ ചെയിൻസ്, ഇന്റർനാഷണൽ ചെയിൻസ് എല്ലാം കിടന്ന് അടിക്കുന്ന ഫീൽഡാണ് FMCG ഫീൽഡ്. ഇതിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ സന്ദർഭവശാൽ പലരും നിമിത്തം കൊണ്ടോ അല്ല പല കാരണങ്ങൾ കൊണ്ടോ ആണ് ഈ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നിലനിൽപ്പ് ഇന്നിപ്പോൾ ഒരു ഭീഷണിയിലാണ്. ഈ ഭീഷണി ഞങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു സംഘടനയാണത്. ഇത് ഗവൺമെൻറ് തലത്തിലും അല്ലാതെ തന്നെയുള്ള ഈ പറഞ്ഞ നാഷണൽ ചെയിൻസിൻ്റെയൊക്കെ ഭീഷണിയിൽ നിന്ന് നമുക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തുടങ്ങിയ സംഘടന. ഈ GST ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് കുറേ ഐറ്റം 28% ടാക്സിലായിരുന്നു. അത് ഒരു 6 മാസം ഇടയിൽ കഴിഞ്ഞപ്പോഴാണ് സർക്കാരിന് മനസ്സിലായ ലോകത്തെ ഏറ്റവും വലിയ ടാക്സേഷൻ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പൊ അത് റിവേർട്ട് ചെയ്തിട്ട് 18% ടാക്സേഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇനി 10% ടാക്സ് ഡിഫറൻസ് ജനത്തിന് കിട്ടുന്ന ധാരണ എല്ലാം കൊടുത്ത് ഇത് കമ്പനിക്കാരങ്ങ് അടിച്ചെടുത്തു. കമ്പനിക്കാരെ വിലയും കൂടി കൂട്ടിയിട്ട് 15% ടാക്സ് ആക്കി. അപ്പോൾ ഈ ഒരു തട്ടിപ്പ് ഞങ്ങളാണ് ഞങ്ങൾ 2 ബില്ലുകളും അതിന് മുമ്പുള്ള പ്രീവിയസ് ബില്ലും അതിനുശേഷമുള്ള ബില്ലുകളും വെച്ചിട്ട് മിനിസ്റ്റർക്ക് കംപ്ലൈന്റ് ചെയ്തു. സൂപ്പർ മാർക്കറ്റുകാരനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 100 രൂപയുടെ സാധനത്തിന്റെ മുകളിൽ 1 രൂപ അല്ലെങ്കിൽ 1% അധിക നികുതി വിധിച്ച് വാങ്ങി അടയ്ക്കണമെന്നാണ് സർക്കാർ നിബന്ധിച്ചിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമായി വരും. ഈ പണം 2 കൊല്ലക്കാലം ഞങ്ങൾ കയ്യിൽ നിർത്താണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഉപഭോക്തൃ കോടതിയുള്ള ഈ സംസ്ഥാനത്ത് 100 രൂപയുടെ സാധനത്തിന് 101 രൂപ ഈടാക്കി കഴിഞ്ഞാൽ കോടതിയിൽ പോകണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഞങ്ങൾക്ക് ഈടാക്കാൻ കഴിയില്ല. നേരെ മറിച്ചൊരു സ്റ്റീൽ നിർമ്മാതാവ് അല്ലെങ്കിൽ മറ്റുള്ള കമ്പനി ഈ സിമെന്റ് ഒക്കെ വെക്കുന്ന ആൾക്കാർക്ക് MRP ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം 1000 രൂപയുടെ സാധനത്തിനോട് 10 രൂപ വാങ്ങിയിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ലക്ഷക്കണക്കിന് രൂപ ഈ മേഖലയിലുള്ള ആളുകൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ എന്നാണ് സംഘടനയുടെ പേര് തന്നെ. സൂപ്പർ മാർക്കറ്റ് ഉടമകളുടെ സംരക്ഷണവും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉടമകളുടെ അതിജീവനവുമാണ് ഈ സംഘടനയുടെ പ്രധാനമായ ലക്ഷ്യം. ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് സമർപ്പിക്കുകയും അദ്ദേഹം അത് GST കൗൺസിലിൽ അവതരിപ്പിക്കുകയും സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ GST കൗൺസിലിൽ അവതരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ പിഴ ചുമത്തുകയുണ്ടായി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇതിന്റെ യാതൊരുവിധ ഗുണങ്ങളും ലഭിച്ചിട്ടില്ല. ബ്യൂറോ ആലുവ.